ഈ ഡിവോഴ്സ് ഇല്ലേ, ഡിവോഴ്സ് റേറ്റ് കൂടി അല്ലെങ്കിൽ ഒരുപാട് പേര് ഡിവോഴ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിടയ്ക്ക് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ ഡിവോഴ്സിന്റെ പരിപാടിയൊക്കെ കുറച്ചേക്കും ആൾക്കാർ. ഇതിന്റെ കോംപ്ലിക്കേഷൻ കാരണമാണ്. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ അവൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ആൾക്കാരെ മൈൻഡ് ചെയ്യാതായിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം. നേരത്തെ എന്നൊക്കെ വെച്ചൊരു വാശിയാണ്, ഭയങ്കര സംഭവമാണ്. ഇപ്പൊ അത് ആളുകൾക്ക് മനസ്സിലായി ഇതിൽ വലിയ കാര്യമില്ല. എന്തോ ഒരു ഈ കോൺട്രാക്ട് എന്ന് പറയുന്നതേ കൊച്ചിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണല്ലോ, അല്ലാതെ അവരവരുടെ ജീവിതം അവരവരെങ്ങനെ ആസ്വദിച്ചാലും അതൊരു പ്രശ്നമല്ല. ഒരുപാട് മാർഗങ്ങളൊക്കെ കണ്ടെത്തി ഇപ്പോൾ ആളുകൾ, ഒരുപാട് ആപ്ലിക്കേഷൻ വന്നു, ഫ്രീഡം കൂടി. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ഡിവോഴ്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലാവുന്നുണ്ട്. അതാ നല്ലതും അല്ലേ? ഒരാളുടെ ഇഷ്ടമൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ സ്ഥായിയായിട്ട് ഒരിടത്ത് ഇരിക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറയത്തില്ലേ, 15ാമത്തെ വയസ്സിൽ ഇഷ്ടങ്ങളൊന്നും 20ാമത്തെ വയസ്സിലില്ല, പിന്നെ 25-ലില്ല. 30 15ാമത്തെ വയസ്സിലൊക്കെ തോന്നിയ ഇഷ്ടമൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, മണ്ടത്തരമാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങനെ 40 45 ആകുമ്പോഴത്തേനും നമ്മുടെയൊക്കെ സ്വഭാവം തന്നെ മാറി, രൂപം മാറി. പലരും അന്നത്തെ പോലല്ല. അപ്പൊ സൗന്ദര്യ സങ്കല്പം തെറ്റി. പിന്നെ സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കി. പിന്നെ സാമ്പത്തികവും ശാരീരികവും ലൈംഗികവുമായ അഭിരുചികൾ, രുചികൾ എല്ലാം മാറും. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു സിംഗിൾ പാർട്ണർ എന്ന് പറഞ്ഞ സാധനത്തിലൊന്നും ആർക്കും നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ആൾക്കാർ. അതിനിടയിൽ ഒരു കോൺട്രാക്ട് ഉണ്ട്. അത് ആ കോൺട്രാക്ട് ആർക്കാ? ഈ രണ്ടുപേര് തമ്മിലുണ്ടാകുന്ന കുട്ടികൾക്ക് പ്രയോജനമുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഈ രണ്ടുപേർക്കും ഇനി പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പിന്നെ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സാധനം കുറച്ചുകൂടി ഈസി ആക്കുവാന്ന് കരുതിക്കും. ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സംഭവം. എന്താ പറയുക, ഇങ്ങനെ ഇട്ടേക്കാം, രസമില്ലല്ലേ? മറ്റേ എൻ്റെ ചെസ്റ്റ്, എൻ്റെ മാറുടെ, എൻ്റെ മാറ് എൻ്റെ ഭാര്യയ്ക്ക് മാത്രം കാണാനുള്ളതാണ്, എൻ്റെ ഓറത്ത്. അങ്ങനത്തെ കുറെ ഊളകളും ഉണ്ട് കേട്ടോ ഇതിനിടയിൽ. പാവങ്ങൾ, ജീവിതം ഭയങ്കര കഷ്ടം. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഇവിടെ ഒന്നും അല്ല, സ്വർഗത്തിലാ ജീവിതം, ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഊമ്പിപ്പോയി, ശരിക്കും അങ്ങ് ഊമ്പുക. അപ്പോൾ അങ്ങനെയുള്ളവന്മാർ, ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവർ വേറെ ഏതോ രീതി ജീവിക്കും, ഇവിടെ കഷ്ടപ്പെടുകയാണ്. എൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നെ ഇവനങ്ങ് സ്വർഗത്തിൽ ചെല്ലാൻ പോവുക. പോട്ടെ, ഇവിടെ കിടന്ന് ആരോഗ്യിച്ച് ഓരോരുത്തരും മരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ മതിയാകും പലർക്കും. ഈ കിഡ്നി പേഷ്യൻസിനെ, ലിവർ പേഷ്യൻസിനെ, അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ പോയി ഒന്ന് 2 പ്രാവശ്യം വിസിറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പലർക്കും. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ കോംപ്ലിക്കേഷൻ, ഈ ലീഗൽ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ ഈ ഡിവോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത കുറേ പരിപാടിയുണ്ട്. അതിനകത്ത് കുറച്ചുകൂടി, അതായത് വലിയ തൊല്ലയില്ലാതെ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ വക്കീൽ ചെയ്ത് കൊടുത്തോണ്ടല്ലോ ഇനി ഇവിടെ ഇത് കൂട്ടാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷെ ആളുകൾക്ക് മടുത്ത്. ഇത് ഇതിന്റെ പുറകെ നടക്കുന്ന വലിയ ടോർച്ചറാണ്. പിന്നെ അതുമല്ല, ഞാൻ ഒരു പ്രാവശ്യം ഒരു സംഭവം ശ്രദ്ധിച്ചോ മനസ്സിലായി, കൊച്ചുങ്ങളെ കൊണ്ട് പരാതി പറയിക്കുന്ന സീനുണ്ട്. അപ്പോൾ ഒരു അമ്മ കിടന്ന് കഷ്ടപ്പെടുക. സത്യത്തിൽ ഈ കൊച്ചിനും അമ്മയ്ക്കും ഇതിന് മുന്നേ ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. അവരത് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇവർ നേരെ വന്ന് ഭയങ്കര ടെൻഷൻ, കരച്ചില്, ബഹളം ഇതൊക്കെ കണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കൗൺസിലിംഗ് വല്ല അറ്റൻഡ് ചെയ്യും, ഇങ്ങനെയൊക്കെ ഇരിക്കുക. ഉടനെ അവർക്ക് എന്തോ പോലെ തോന്നി. ഞാനത് പറഞ്ഞപ്പോൾ എന്തിന് ഞാൻ ഇതിനകത്ത് ഇടപെടുന്നത് എന്നുള്ള രീതിയിലായിപ്പോയി. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, അവളെ എവിടെയെങ്കിലും പോട്ടെന്ന് വിചാരിക്കണം അല്ലേ? അല്ല, പിന്നെ എനിക്കത് കണ്ടോ മനസ്സിലായതാ ഇവർ ഭയങ്കര ടെൻഷനില്ല. എന്നാ എല്ലാവരും പറയുന്നത് കേൾക്കുമോ അതുമില്ല. അപ്പോൾ ആ പാവപ്പെട്ടവൻ എവിടെ ഒരുത്തിന് ഇരിപ്പുണ്ട്, അവനെ അങ്ങ് റെഡിയാക്കാൻ ഇറങ്ങിയേക്കുന്നതാ, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. കുഴപ്പമുള്ള ഭാഗത്ത് തന്നെ ആയിരിക്കും. കാരണം കാര്യമുള്ളൊരു കാര്യം ഒരാൾ പറയുമ്പോഴേ അതിനകത്തൊരു തരം നീ ആരാ, നീ എന്തിനാ ഇത് പറയുന്നത് എന്നുള്ള രീതിയിൽ സംശയം വരുന്നത് തന്നെ ഒരു അപലക്ഷണമാണ്. നമ്മളെപ്പോഴും ഒരാൾ പറയുന്ന കാര്യമല്ല ശ്രദ്ധിക്കത്തുള്ളൂ, അല്ലാതെ ആരാ, എവിടെ നിന്ന്, ഇയാളിപ്പോൾ എവിടെ നിന്ന് വന്നു എന്നൊന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത്. ആ രീതിക്ക് ചിന്തിക്കുന്ന ഒരാളാണ്. അതിന് പ്രശ്നമുണ്ട്. അവർക്ക് ശരിക്കും കൗൺസിലിംഗ് ആവശ്യമാണ്, ട്രീറ്റ്മെൻറ്റും. ഇതിപ്പോൾ കൊച്ചിനെ ഭ്രാന്താക്കും. അങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങി ആകെ പ്രശ്നമായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് മാന്യമായിട്ട് തമ്മിൽ ഇടപെടാൻ പോലും അറിയാത്ത ആളുകളാണ്. ഞാൻ പറയാം, നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ ഹസ്ബൻഡോ ആരും ആയിക്കോട്ടെ, വണ്ടിക്കകത്തിരുന്ന് അഗ്രസീവ്നെസ് കാണിക്കുക, ചുമ്മാ ഹോൺ അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മനസ്സിലായിരിക്കും ഇവനൊരു പാഴാണ്. ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഭയങ്കര ഹോണടി, ചുമ്മാ അങ്ങ് ഒരു സിഗ്നൽ ഓൺ ആകുമ്പോൾ തന്നെ ഹോൺ അടിച്ചോ, പാഴ് ജന്മം പാഴായി പോയതാ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ മനസ്സിലാക്കണം. നിന്റെ ബോയ് ഫ്രണ്ട്
ഭയങ്കര കുത്തി കയറ്റി അവിടെ ഇവിടെയൊക്കെ അങ്ങ് വലിയ അങ്ങ് ചാടി കയറി ക്യൂ നിൽക്കത്തില്ല എന്ന് പറയുന്ന പോലെ എല്ലാവരും അതൊക്കെ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ബോധമില്ലാത്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ക്യൂ നിൽക്കുമ്പോൾ ചാടി കയറി എന്നിട്ടും കയറും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ചെയ്യുന്നവരും ഉണ്ടാവും. ഈ വീഡിയോ കാണുന്നവർ എത്രയോ പേര് ക്യൂവിലൊക്കെ തള്ളി കയറി കാണും. ഇൻഡീസെന്റ് ബിഹേവിയറിൽ ഈ കാലഘട്ടത്തിൽ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ അവന്മാർ വല്ലതൊക്കെ മേടിച്ചു തരും നിങ്ങൾക്ക്. ആ ദാരിദ്ര്യം മനസ്സിലാക്കിയിട്ട്. ഇതൊരു ദാരിദ്ര്യവാസി തിയറി എന്നാണ് പറയുന്നതിന്. ദാരിദ്ര്യവാസി തിയറി, തള്ളിക്കയറുക. ഇവിടെ അങ്ങനെ കിട്ടാത്ത സ്ഥലങ്ങളിലല്ല ഇവർ ചെയ്യുന്ന പലയിടത്തും. തള്ളിക്കയറാൻ മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലത്തെ സാഹചര്യങ്ങളുണ്ട്. ആ സമയത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ആ ഒരു രീതിയാണ് ഇവിടെ ഈ 325 ദിവസം ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന ഒരു സ്വഭാവം ഉള്ളിൽ കിടക്കുന്ന ഒരുത്തൻ ഒന്നും അല്ല. വണ്ടിയും കാറും ഒക്കെ എല്ലാവരുടെയും ഉണ്ട്, പക്ഷെ പെരുമാറാനൊന്നും അറിയത്തില്ല. പെൺപിള്ളേരുടെ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് പകുതി എണ്ണത്തിന് ഇടപെടാൻ അറിയത്തില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല ഈ ആണുങ്ങളോട് എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. എന്നിട്ട് ഇവിടെ കിടന്നുകൊണ്ട് ഓരോരുത്തർ കല്യാണം കഴിച്ചിട്ട് ഒരു 90% ആൾക്കാർ ഡിവോഴ്സ് ചെയ്തെന്ന് സംശയമുണ്ട്. വേറെ വളരെ കുറച്ച് നേരം ബാക്കിയുള്ളൂ. അതും ഈ ഡിവോഴ്സ് ഒന്ന് ഈസി ആക്കി കൊടുത്താൽ അവരും ചെയ്തോളൂ. ഒരു പേപ്പറെ ഒപ്പിട്ടിട്ട് പോകാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു കല്യാണം കഴിച്ചിട്ടുള്ള 90 ഇല്ല കേട്ടോ, ഒരു 60% ആൾക്കാർക്ക് ഡിവോഴ്സാണ്. അല്ലേ? ശ്രദ്ധിച്ച് നോക്കി. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഈ കല്യാണം കഴിച്ച് ഇങ്ങനെ മുരടിച്ച് നടക്കുന്ന എത്രണ്ണം ഉണ്ട്? ഒരുത്തൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഗതികെട്ടവനും ഒക്കെ പറഞ്ഞ പോലത്തെ ആൾക്കാർ എത്ര പേരാ? ഗതികേടാ അത്, ഒരു തരത്തിൽ ഗതികേടാ. എനിക്കറിയാവുന്ന എൻ്റെ പല സുഹൃത്തുക്കളും കൂടുതലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിന്താഗതി ഉണ്ടാകുന്ന ആണും പെണ്ണും അടക്കമുള്ള എല്ലാവരും ഡിവോഴ്സ് ചെയ്തു. കുറച്ച് ബുദ്ധിമുട്ടിയായിട്ട് ചെയ്തേക്കുന്നത്. അതേസമയം എന്നുവെച്ചാൽ ഒന്നെങ്കിൽ അവൻ എന്തെങ്കിലും കുഴപ്പം കാണിക്കുക, അല്ലെ ഇവൾ എന്തെങ്കിലും കാണിക്കുക, അല്ലെ ഇവരുടെ വീട്ടുകാരെല്ലാം കൂടി എന്തെങ്കിലും ഒപ്പിച്ചു കൊടുക്കും. പിന്നെ ഈ സാധനം ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഈ കോൺട്രാക്ട് വെച്ചേക്കുന്നത് ഇങ്ങനൊരു ആവശ്യത്തിനാണെങ്കിൽ ഈ കൊച്ചിനെ മെനക്കെടുത്താനല്ല എങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവരവരുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ അങ്ങ് പോകാന്നുള്ളതേ ഉള്ളൂ. ആരും ഇപ്പം അങ്ങനെ മറ്റേതൊന്നും നോക്കുന്നൊന്നുമില്ല. പിന്നെ അവർക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, ഇവൻ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ ശ്രദ്ധയൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇല്ല. ഇപ്പോൾ ഈ 30 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 27 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ വേറെയാണ്. 28 കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഈ 10-35 വയസ്സിന് മേലെയുള്ള ഊളുകൾക്കാണ് ഈ മറ്റേ മൊറാലിറ്റി കുറച്ച് കൂടെ മുറുക്ക പിടിച്ചിട്ട് ഭാര്യയെ സംശയരോഗികൾ എന്നൊക്കെ പറയും. ഈ സംശയരോഗമൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറവാണ് സംശയരോഗികളുടെ എണ്ണം കുറഞ്ഞു. കാരണം സൊസൈറ്റിയിൽ അങ്ങനത്തെ ആവശ്യമില്ല. എന്തിനു സംശയിക്കാനൊക്കെ നിൽക്കുന്നത് എന്നുള്ളൊരു ധാരണ വന്നതോടുകൂടി അത്രയും അസുഖക്കാർ തന്നെ കുറഞ്ഞു. ഈ പല മാനസിക രോഗങ്ങളും ഈ സൊസൈറ്റി അടിച്ചേൽപ്പിക്കുന്നതാണെന്ന് വരെ സംശയമുണ്ട്. സംശയമേ, ഭാര്യയെ സംശയിച്ചിരിക്കേണ്ട ആവശ്യം എന്തോ? അവരവരുടെ വഴിക്ക് എന്തെങ്കിലും ചെയ്യുന്നു, നീ നിന്റെ വഴിക്ക് എന്തെങ്കിലും ചെയ്യുന്നു. പോസസീവ്നെസ് എന്ന് പറഞ്ഞ സാധനത്തിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. ഈ വക അളിഞ്ഞ വികാരങ്ങളുണ്ടല്ലോ, പോസസീവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംശയം, ഇങ്ങനത്തെ കാര്യങ്ങൾ. പോസസീവ്നെസ് കൂടിക്കഴിഞ്ഞാൽ സംശയം ഉണ്ടാവും. അത്രയും സാധനങ്ങൾ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ആർക്കും അങ്ങനെ വലിയ റിലേഷൻഷിപ്പിലൊന്നും വലിയ എന്താ പറയണ്ട, അത്ര വലിയ സംഭവമായിട്ടൊന്നും പിടിക്കുന്നൊന്നുമില്ല. വളരെ കുറച്ച് പേരൊക്കെ ഇതൊക്കെ തലയെ കയറ്റി വെക്കത്തുള്ളൂ. അല്ലാത്തവർക്കെല്ലാം അവരവരുടെ ജോലിയും ജീവിതവും കാര്യങ്ങളും ഒക്കെ നോക്കിപ്പോകാനാണ് താല്പര്യം. അപ്പോൾ അതിനിടയിൽ ഈ പറഞ്ഞ പ്രൊസീജിയർ ഒന്ന് ഈസി ആക്കിയാൽ, ഞാൻ പറയുന്നത് ഡിവോഴ്സ് വെറുതെ ചുമ്മാ സൈൻ ചെയ്ത് 2 പേർക്ക് കൊടുത്തിട്ട് പോയാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ ഇനി ഒരുപാട് പേര് ഈസി ആയിട്ട് വന്ന് ഒപ്പിട്ടിട്ടങ്ങ് പോകും. ഇതിൻ്റെ പുറകെ കിടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും ചെയ്യാത്ത. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ആർക്കും. കോടതിക്കും ഗുണമില്ല, സമൂഹത്തിന് ഗുണമില്ല, വ്യക്തികൾക്ക് ഗുണമില്ല, മരിച്ചവർക്കും ഗുണമില്ല, ജീവിച്ചിരിക്കുന്നവർക്കും ഗുണമില്ല. ഇവിടെ ജീവജാലങ്ങൾക്കൊന്നും ഗുണമില്ല. അത്രയും പരിപാടി നമ്മുടെ രാജ്യത്തേ ഉള്ളൂ ഇത്രയും കോംപ്ലിക്കേഷൻ. വേറെ പുറത്തൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് പരിപാടി നടത്തി കൊടുക്കും. കല്യാണം സിമ്പിളാണ്, ഡിവോഴ്സ് സിമ്പിളാണ്. വേണേ കല്യാണം കഴിച്ചാൽ മതി അവിടെയൊക്കെ. പിന്നെ അഥവാ കല്യാണം കഴിച്ച് പോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതപ്പം തന്നെ ഒപ്പിട്ട് തീർക്കാം. അതൊക്കെ അന്തസ്സും അഭിമാനവും ഒന്നും നഷ്ടപ്പെടുന്നില്ല അവിടെ. ഇവിടെ ആണേലോ ഒയ്യോ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യ ചെയ്താൽ മതി. അതിപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് നാളുകൾ കഴിഞ്ഞ്. ഇപ്പോൾ കുഴവാ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്താണേലും കൊള്ളാം. നിങ്ങൾ ആലോചിച്ച് ശരിയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും തോന്നുന്നില്ലേ, എളുപ്പം പറഞ്ഞാൽ ഈ പണ്ടാരം ഇതങ്ങ് ഒഴിവാക്കാമെന്ന്. അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. പിന്നെ ഒഴിവാക്കാതെ തന്നെ 2 പേരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആരെ ശ്രദ്ധിക്കാതിരുന്നാൽ, പ്രത്യേകിച്ച് ഈ പോസസീവ് പരിപാടി, സംശയരോഗം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത അന്വേഷണം, മൊബൈൽ പിടിച്ച് നോക്കൽ, ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ഷെയർ ചെയ്യൽ, ഇങ്ങനത്തെ ഓളത്തിലൊക്കെ കാണിക്കുന്ന ഒരു സബ്സ്റ്റാൻഡേർഡ് ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്.
അത് അവര് മിഡിൽ ക്ലാസ് ലെവലിലുള്ള ലൈഫ് സ്റ്റൈലുള്ള ആളുകളാണ്. അതിലും താഴോട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നുവെച്ചാൽ അവർക്ക് ഈ ലോകവിവരം കുറഞ്ഞു പോകും. പിന്നെ ഈ മിഡിൽ ക്ലാസ്സിലാണ് ഈ മൊറാലിറ്റി മൊത്തം തള്ളി വെച്ചേക്കുന്നത്. റിലീജിയന് നല്ല ഹോൾഡാണ്. അവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾക്കാർ. അല്ലാത്തവർക്ക് വളരെ ഈസിയായിട്ട് ജീവിച്ച് മരിക്കുകയെന്ന് തോന്നുന്നു. ഇവന്മാരിപ്പോഴും കിടന്ന് നേരങ്ങുക. എന്നാൽ ഈ പറഞ്ഞ അവന്മാരും എല്ലാം വളരെ അൺസാറ്റിസ്ഫൈഡുമാണ്. പല കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന് പോകുന്നു. അതാണ് ഇവർ കാണിക്കുന്നത്. എല്ലാം ശ്രദ്ധിച്ചേ, നിങ്ങൾ കാണുന്ന എത്ര പേരാ ഭയങ്കര കൂടുതൽ അഡ്ജസ്റ്റ്മെന്റാണ് നടക്കുന്നത്. ഓ കെട്ടിയും പോയി, കൊച്ചും ഉണ്ടായി പോയി, പണ്ടാരം അല്ലേ, എന്നിട്ട് ജീവിക്കുവാന്ന്. എന്തൊരു ജീവിതമാണ് അത്. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ പറയണ്ട. ഇപ്പൊ വേറെ എക്സ്ട്രാ മാരിറ്റൽ എന്ന് പറഞ്ഞാലേ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പെട്ട് മരിക്കുന്ന വേദ ആത്മഹത്യ ചെയ്തേക്കണം. പിന്നെ അതുകൂടെ പറ്റത്തില്ലെങ്കിൽ അല്ലേ, ഒരു നശിച്ചവളുടെ കൂടെ കുറേ വർഷം ഇങ്ങനെ തന്നെ ഇരിക്കേണ്ട ഗതികേട്. നേരത്തെ മുൻ തലമുറയ്ക്ക് ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ. ഗതികെട്ടൊരു തലമുറ. ലാസ്റ്റ് റൗണ്ടാ, ഇതോടെ അത് തീരും. ഇപ്പോൾ ഒരു 40 വയസ്സിന് മേലുള്ള നശിച്ചവന്മാരെല്ലാം കൂടെ ചത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. അതിനി ഒരു പഴങ്കഥയാണ്. പണ്ടൊക്കെ ഇങ്ങനെയുള്ളവരുടെ ജീവിച്ചിരുന്നു. പ്രേതവും ഭൂതവും യക്ഷിയും പിശാശും മാടനും മറുതയൊക്കെ ഉണ്ടാകുന്നൊരു കാലം ഉണ്ടാകുന്നു. പിന്നെ മറ്റേ പോറ്റി മമ്മൂട്ടിയുടെ പടം ഉണ്ടാകുന്നല്ലോ കഴിഞ്ഞിടയ്ക്ക്, ബ്രഹ്മയുഗം. അത് പൊക്കിപ്പറഞ്ഞ് മതിയായില്ലേ. ഞാൻ തന്നെ ഒരു 3-4 വീഡിയോ ഇട്ട്. ഇപ്പോൾ വേണ്ട OTT വന്നപ്പോഴത്തേക്കിന് കുറേ പേരോട് അങ്ങ് പൊക്കി പറയാൻ തുടങ്ങി. എനിക്കിപ്പോൾ അതിനോടൊരു വിരോധം തോന്നി തുടങ്ങി. എന്തോ ഇത്രയൊക്കെ പൊക്കി പറഞ്ഞാൽ ശരിയാകത്തില്ല. ഒരു പോറ്റി വന്നേക്കുന്നു, ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിൽ വന്നതിന് അതിഥിയാണ്. അവിടെ വരുന്നവരെല്ലാം പുള്ളി കൊന്നു കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് കള്ളം പറയുന്നുണ്ട്. അതാണ് കള്ളത്തരം. ചതിക്കുമെന്ന് പറഞ്ഞില്ലേ, വരുന്നവരെല്ലാം കൊന്നു തള്ളുവാന്ന്. അവൻ ഈ പറഞ്ഞവൻ വരുന്നതിന് ഒരാഴ്ച മുമ്പത്തിനെ കൊന്നു കുഴിച്ചു മൂടിയതേ ഉള്ളൂ. അടുത്ത ലാസ്റ്റ് ശവം വരെ മൂടാൻ വെച്ചേക്കുക. അയാൾ പറയാം ഒരുപാട് നാളായിരുന്നൊരു അതിഥി വന്നിട്ട്. കൊള്ളാം, എങ്ങനെ വരാനാന്ന്, വരുന്നവന്മാരല്ല ഈ നശിച്ചവൻ തല്ലിക്കൊല്ലുമല്ലേ. അപ്പം അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ശരിയെന്നാ. അപ്പോൾ ബൈ. എല്ലാം ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ വിവരം അറിയിക്കുക. നമുക്ക് ലോ ഫേം ഉണ്ട്. ഡിവോഴ്സൊക്കെ പെട്ടെന്ന് നടത്തിത്തരാം. അതിനെപ്പറ്റി പറയാൻ ഞാൻ മറന്നുപോയി. ഡിവോഴ്സോ അല്ലാത്ത കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് പറയണേ. പേജിലോ മെസ്സഞ്ചറിലോ നമ്പർ അറിയാവുന്ന നമ്പറിലോ ഒക്കെ ഇട്ടു. ഫേസ്ബുക്ക് പേജിൽ ഇട്ടാൽ മതി. ചെകുത്താൻ 2024 എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജിനകത്തോട്ട് മെസ്സേജ് അയച്ചാൽ മതി. 2024 പുതിയ ചാനലാണ്. അതിനകത്തോട്ട് മെസ്സേജ് ഇട്ടാൽ മതി. ഡിവോഴ്സ് ആവശ്യമുണ്ട്, അതിനെന്താവും, എങ്ങനെ ആവും, എത്ര നാൾ കൊണ്ട് തീരും, ഈ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ. കുറച്ചുകൂടെ എളുപ്പമാക്കുന്ന പരിപാടി നമുക്ക് നോക്കാം. എളുപ്പമായാൽ പറയണം. ഞങ്ങളിവിടെ ഒരു ചെറിയൊരു കമ്പനിയുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ പറയണം കേട്ടോ. കേസാണെങ്കിലും എന്താണെങ്കിലും ഒന്ന് അറിയിച്ചേക്ക്. നമുക്ക് കൊള്ളാവുന്ന അഡ്വക്കേറ്റും ഒക്കെ ഉണ്ട്. ഞാനിത് പറയാൻ വേണ്ടി പറഞ്ഞല്ല, പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തത്. അയ്യോ ഒന്നും പറയണ്ടല്ലേ. ലോ ഫേം തുടങ്ങിയിട്ട് 6 മാസത്തോളമായി. അയ്യോ അത് ഞാൻ പറയാൻ മറന്നുപോയത്. അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്, ആർക്കെങ്കിലും കേസോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഫീസൊക്കെ കാണും, ഫ്രീ അല്ല. അത് വേറെ അഡ്വക്കേറ്റ്സ് ഒക്കെ ജോലി ചെയ്യുന്നവരാ. നമ്മളിതിനകത്ത് കുറച്ച് ഈ അറേഞ്ച്മെന്റ്സ് ആൻഡ് ഓഫീസ് അണ്ടർ കൺട്രോൾ എന്നൊക്കെ പറയുന്ന പോലത്തെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് അതുപോലെ കളയാ. അപ്പം ശരി എന്നാ. ഡിവോഴ്സൊക്കെ ചെയ്യാൻ പറയണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. ഇല്ല പിന്നെ